പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമ പരിഷ്കരണങ്ങൾ രാജ്യത്തെ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന നിയമങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദി ടീമുകളുടെ പ്രതികരണമാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ രാജ്യത്തെ എന്ത് നല്ല കാര്യം വന്നാലും ഉടനെ അതിനെതിരെ വാളെടുക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ, സ്ത്രീകളുടെ താല്പര്യം പരിഗണിച്ച് രാത്രികാല ഷിഫ്റ്റുകളിൽ ജോലി നൽകുന്നതടക്കം വലിയ മാറ്റങ്ങളുമായിട്ടാണ് രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ കേന്ദ്രീകൃത തൊഴിൽ പരിഷ്കാരമാണിത്. ചില പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പ്രേരിതമാണ്. നേരത്തെയുള്ള 29 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയാണ് 4 പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. കോഡ് ഓൺ വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണ് ആ 4 പുതിയ ലേബർ കോഡുകൾ. കരാർ ജീവനക്കാരുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെയും അടക്കം തൊഴിൽ സുരക്ഷയാണ് സർക്കാർ പുതിയ തൊഴിൽ നിയമങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതനുസരിച്ച് നിയമന ഉത്തരവുകൾ നിർബന്ധമായും നൽകണം. ESI, PF അടക്കം സാമൂഹിക സുരക്ഷാ കവറേജ്, മിനിമം വേതനം തുടങ്ങിയവ കൃത്യസമയത്ത് നൽകണം. പല മേഖലകളിലും സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് അനുവദിക്കാത്ത രീതി മാറ്റി അവരുടെ താല്പര്യം പരിഗണിച്ച് ഖനി മേഖലയിലടക്കം അവസരം ഉറപ്പാക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കാൻ രാജ്യമൊട്ടാകെ ഇനി മുതൽ ഒരു രജിസ്ട്രേഷൻ മതിയാകും. നോക്കൂ, ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡ് നടപ്പാക്കി വിജ്ഞാപനമിറക്കിയത്. പഴയ ലേബർ കോഡിൽ നിന്ന് നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. പുതിയ ലേബർ കോഡ് കമ്പനികൾക്ക് തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനുമുള്ളതാണെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം വസ്തുതാപരമല്ല. സംഘടിത മേഖലയിലെ വലിയ വിഭാഗവും അസംഘടിത മേഖലയിലുള്ളവർ പൂർണ്ണമായും നിയമത്തിന് പുറത്താകുമെന്നും തൊഴിലുടമകൾ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്നുമൊക്കെയുള്ള പ്രതിപക്ഷ വിമർശനം സാങ്കല്പികമാണ്. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പുതിയ നിയമങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. കരാർ തൊഴിലാളികൾക്കടക്കം ആനുകൂല്യം ഉറപ്പാക്കുകയും സാമൂഹ്യ സുരക്ഷയും മിനിമം വേതനവും ഉറപ്പാക്കുകയും ചെയ്യുന്ന തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് നിയമവ്യവസ്ഥകളിൽ വ്യക്തമാണ്. 1 വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്ന എല്ലാ സ്ഥിര ജീവനക്കാരും ഇനി മുതൽ ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിന് അർഹരാകും. നേരത്തെ 5 വർഷം ജോലി ചെയ്ത ജീവനക്കാർക്കായിരുന്നു ഇതിനുള്ള അർഹത. ഇതോടൊപ്പം എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ദേശീയ മിനിമം വേതനം നടപ്പാക്കും. 5 വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ച നിശ്ചിത പ്രതിമാസ വേതനത്തിൽ കവിയാത്ത എല്ലാവർക്കും ബോണസിന് അർഹതയുണ്ടാകും. വേതനത്തിന്റെ നിർവചനത്തിൽ അടിസ്ഥാന വേതനം, DI, RI എന്നിവ ഉൾപ്പെടും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത് ഗുണകരമായ മാറ്റമാണ്. ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ സൗജന്യ വാർഷിക മെഡിക്കൽ പരിശോധനകൾ നിർബന്ധമായും നൽകണമെന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രേഖാമൂലമുള്ള നിയമന കത്ത് നൽകാതെ ഒരു തൊഴിലാളിയെയും നിയമിക്കാൻ കഴിയില്ല. അവധി, നിയന്ത്രിത ജോലി സമയം, മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ കരാർ ജീവനക്കാർക്കും ലഭിക്കും. ഇതൊക്കെ എങ്ങനെയാണ് തൊഴിലാളി വിരുദ്ധമാകുന്നതെന്ന് വിശദീകരിക്കാൻ പുതിയ തൊഴിൽ നിയമങ്ങളെ എതിർക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകൾക്ക് ബാധ്യതയുണ്ട്. രാത്രി 7 മുതൽ രാവിലെ 6 വരെ സ്ത്രീകൾക്ക് ഏത് മേഖലയിലും ജോലി ചെയ്യാം. ഈ സമയം ജോലിക്കുള്ള എല്ലാ സുരക്ഷയും തൊഴിലുടമ ഒരുക്കണം. ജോലിക്കായി പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അപകടത്തിൽപ്പെട്ടാൽ തൊഴിലുമായി ബന്ധപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുകയും വേണം. തൊഴിലാളികളല്ലാത്തവർ ട്രേഡ് യൂണിയൻ ഭാരവാഹിത്വത്തിൽ വരുന്നത് വിലക്കിയത് ചില ട്രേഡ് യൂണിയനുകൾക്ക് അസ്വീകാര്യമായേക്കാം. തൊഴിലാളികളുടെ പേരിൽ അവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന വസ്തുത മറച്ചുപിടിക്കാൻ കഴിയുന്നതല്ലല്ലോ. ഇക്കൂട്ടരാണ് പുതിയ ലേബർ കോഡിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ BMS ഇവർക്കൊപ്പം ഇല്ലെന്നത് ശ്രദ്ധേയമാണ്. BMS പുതിയ തൊഴിൽ നിയമത്തെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്.